എല്ലാം ചെയ്തല്ലോ. ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ. ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ. ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ. ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. എല്ലാം ഞാൻ നൽകിടാം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന തിരുവചനം ഉൽപ്പത്തി 13:14. ഒന്ന് കേട്ടാട്ടെ. ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ആമേൻ. ഞാൻ ഈ ഒരു ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്, ഒന്ന് തുടങ്ങുമ്പോഴുണ്ട്, രണ്ട് അതിലെന്തെങ്കിലും ഒന്ന് പൂർത്തീകരിക്കുമ്പോഴുണ്ട്, രണ്ട് തൻ്റെ ലൈഫിൽ ഒരു കാര്യം ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോഴുണ്ട്. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷമാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് തുടർമാനം കേൾക്കണമെങ്കിൽ അതിന് ഒരു വഴി അനുസരിക്കുക. ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അബ്രഹാമിനോട് ദൈവം ആഴത്തിൽ പിന്നെ മിണ്ടുന്നത് ലോത്ത് പോയ ശേഷമാണ്. ഓരോ നഷ്ടങ്ങളും നിനക്ക് ദൈവശബ്ദങ്ങളായി ദൈവം തരും. എത്ര നേരമാ ദൈവം അബ്രഹാമിനോട് മിണ്ടുന്നേ. ലോത്ത് പോയതിൻ്റെ സങ്കടം അവനെ ഉൾമുറിയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം, സ്തോത്രം. അവനെ തല കുനിപ്പിച്ചു. അവൻ ഒതുങ്ങപ്പെട്ടുപോയി. പക്ഷേ അവനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഴത്തെ സംസാരിച്ചു. തല കുനിഞ്ഞു പോയ ചില പ്രശ്നങ്ങളുടെ നടുവിൽ തല കുനിഞ്ഞു പോയവരുടെ തല പൊക്കുന്ന ദൈവശബ്ദം വരുന്നു. എഴുന്നേൽക്ക് ബ്രദറെ. ചില നഷ്ടങ്ങളുടെ നടുവിൽ നീ കിടക്കണ്ട, എഴുന്നേൽക്ക്. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു പിടിക്കാം. സ്തോത്രം. തകർന്നു പോയതെല്ലാം നിനക്ക് തിരിച്ചു പിടിക്കാം. മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം നിന്റെ പ്രതീക്ഷയും പ്രത്യാശയും കൈവിടരുത്. കാരണം നിന്റെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു. അബ്രഹാമിനോട് പറയാം, തലപൊക്ക്. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്ന് പറഞ്ഞ് നിന്റെ മൈൻഡിൽ നിന്ന് ചിലത് മാറ്റ്. നീ വേറെ ചിലത് കാണ്. ആ ചെറിയ ഗ്രാമം, ആ ചെറിയ സോദം മാത്രം നോക്കാതെ നീ ലോകം മുഴുവൻ നോക്ക്. ചെറിയ ചില ലോകങ്ങളിൽ നിങ്ങളെ ഒതുക്കുന്ന കാഴ്ചപ്പാടുകൾ മാറട്ടെ. അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിനെയാണ് ദൈവം അവിടെ മാറ്റുന്നത്. നീ നോക്കുക. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യുമ്പോൾ ദൈവം ആദ്യം മാറ്റുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെയാണ്. ആമേൻ. ഒരു സോദോമിൽ മാത്രം ഒതുങ്ങിപ്പോയ തല കുനിഞ്ഞു പോയ അബ്രഹാമിനോട് പറയാണ്, നോ, നീ തലമുക്കി ഇടത്തോട്ട് വലത്തോട്ട് തെക്കോട്ട് പടിഞ്ഞാറോട്ട് നോക്കുക. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ഇടുങ്ങിയ മനസ്സുകളെ ദൈവം വിശാലമാക്കുന്നു. ചില ചിന്തിക്കുന്നുണ്ട്, ആ വഴി അടഞ്ഞാൽ പിന്നെ എനിക്ക് വഴിയില്ല, ആ വാതിൽ അടഞ്ഞാൽ പിന്നെ എനിക്ക് വാതിലില്ല. എന്തോ ഈ പറയുന്നേ. സ്തോത്രം. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന്
സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്നൊരു ദൈവമില്ലേ? ഞങ്ങൾ നശിച്ചു പോകും. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ, ഇരു സൈഡുകളിൽ മലകൾ. നോ, ആമേൻ. ദൈവത്തിന് വഴിയുണ്ട്. ദൈവത്തിന് വഴിയുണ്ട് ബ്രദർ, ദൈവത്തിന് വഴിയുണ്ട് സിസ്റ്റർ, ഫാമിലി. ദൈവത്തിന് വഴിയുണ്ടെന്നേ. കർത്താവ് നിങ്ങൾക്ക് പുതുവഴി തുറക്കും. തലമുക്ക്. വലിയ കാര്യങ്ങൾ വിഷൻ കാണും. ഈ തകർച്ചയുടെ നടുവിലും വലിയത് സ്വപ്നം കാണാൻ ദൈവം നിങ്ങളോട് പറയുന്നു. യെസ്, അതിനുവേണ്ടി ഒരുങ്ങ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ അങ്ങ് വിശാലമാക്കാൻ പോകുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ കർത്താവ് വലിയൊരു കർത്താവെ ഒരു അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അവരുടെ ചിന്തകൾക്ക്, അവരുടെ കാഴ്ചപ്പാടുകൾക്ക്, അവരുടെ മനോഭാവങ്ങൾക്ക് ഒരു വിശാലത ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവം കാണുന്നത് പോലെ ഉയരത്തിലുള്ളവ, കർത്താവ് ദൈവം കാണുന്നത് പോലെ വിശാലമായവ, ആഴമേറിയവ എല്ലാം കാണുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവ് ദൈവം കാണുന്നത് പോലെ ജീവിപ്പാൻ പിതാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് തല കുനിഞ്ഞുപോയ ഈ വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. തല പൊക്കി നോക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു സാധ്യതയാണ് നഷ്ടപ്പെട്ടെങ്കിൽ 1000 സാധ്യതകൾ അവരുടെ മുമ്പിലുണ്ടെന്ന് തലപൊക്കി കാണട്ടെ. ഒരു വഴിയാണ് അടഞ്ഞെങ്കിൽ 1000 വഴികൾ അവരുടെ മുമ്പിലുണ്ടെന്ന് അവർ തലപൊക്കി നോക്കി കണ്ടുപിടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. ശാരീരികവും മാനസികവും ആത്മീയമായി ഉയർത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.